അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഓഫ് റോഡിങ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ ഓഫ് റോഡിങ് റോഡ് പറയുന്നത് നമ്മുടെ റബ്ബർ തോട്ടത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഏകദേശം സ്ലോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ റോക്സിൻ്റെ കുറേ പാട്ട് അതുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ഷോക്കപ്പൊക്കെ അത് നമ്മൾ ഓഫ് റോഡിൻ്റെ രീതിയിൽ നമ്മൾ പോകും. ഇതിപ്പോൾ ഞാൻ പണ്ട് എൻ്റെ ഒരു സൈക്കിൾ ചെയ്ത് നോക്കിയാൽ അടിപൊളി ഫൈബർ, അതുകൊണ്ടായിരിക്കും ഞാൻ ഇവിടെ തന്നെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള റബ്ബർ തോട്ടത്തിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ നമ്മുടെ സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മുടെ വിസ്കോയുടെ പുത്തൻ പുതിയ ബ്രാൻഡായ അവരടുത്തേക്കുന്ന ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞ ഓഫ് റോഡിങ് ഉള്ളത്. ഇത് നമ്മുടെ സാധാ സൈക്കിളിനെ കാട്ടി എത്രയും വ്യത്യാസമില്ല. സൈക്കിളിനെ ഇത്തിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് പൊക്കോ കൂടുതലായിരിക്കും ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ചവിട്ടുമ്പോഴെല്ലാം നമ്മുടെ സാധാ സൈക്കിൾ ചവിട്ടുന്ന കണക്ക് തന്നെ ആയിരിക്കും. പക്ഷേ റോഡിൽ ചവിട്ടുമ്പോൾ കുഴിയെ കയറുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകും. പക്ഷേ വലിയ കുഴിയൊക്കെ ചുറ്റുമ്പോഴാണ് നമ്മുടെ ഓഫ് റോഡ് ആ ഒരു നമ്മൾ ആ എനർജിക്ക് മൂന്ന് ആവുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് സൈക്കിളിൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് വരുന്നത്. പിന്നെ സീറ്റൊക്കെ അത്യാവശ്യം കുഷനുള്ള നല്ലൊരു സീറ്റാണ്. പിന്നെ ഫ്രണ്ടിൽ ഷോക്ക് അബ്സർ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ബോട്ടിൽ ബാഗ് എന്നത്തെ കുറച്ചുണ്ട്. ഇതാണ് നമ്മുടെ സൈക്കിള്. ഇറക്കിയ സൈക്കിൾ ഇഷ്ടപ്പെടുന്ന കളറാണ് ആദ്യം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ആ കാണുന്ന മേല് വരെയുള്ള പാതിര തൊട്ട് നമ്മൾ താഴെ വരെയാണ് ഇറക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വെച്ചാൽ നമ്മൾ ഈ പാറയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഇറക്കിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ എത്തുമ്പോൾ നല്ലൊരു സ്ലോപ്പുണ്ട്. വീഡിയോ കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നല്ലൊരു സ്ലോപ്പുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ ഗൈസ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ വടിയായിട്ട് പോസ്റ്റ് ആവേണ്ടതാണ്. അപ്പം ഇത് നമ്മൾ നേരെ ഇറക്കത്തി വരുന്നത് ഇറക്കം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും പാറയും നിങ്ങൾക്കിപ്പോൾ ഗൈസ് കാണാൻ മനസ്സിലായി കാണും എത്രത്തോളം പൊക്കത്തുനിന്ന് അത് വരുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ നല്ല വീണ്ടും ഒരു സ്ലോപ്പുണ്ട്. അത് ഏറ്റവും വലിയ സ്ലോപ്പ്. അത് കഴിഞ്ഞുള്ള ഏറ്റവും വലിയ സ്ലോപ്പ് ഇതാണ്. പിന്നെ ഞാൻ പണ്ട് ഒരു വട്ടം അവിടെ നിന്നൊക്കെ ഒന്ന് ചാടിച്ചു നോക്കിയായിരുന്നു. എൻ്റെ പഴയ MTV വെച്ചാൽ അവിടെ നിന്നല്ല, നമ്മളാണ്ട് ഈ ഇരിക്കുന്ന പൂവിൻ്റെ അവിടെ നമ്മൾ പണ്ട് ചാടിച്ചു നോക്കിയായിരുന്നു. ചാടിച്ചു നോക്കി അതെൻ്റെ പഴയ ഒരു MTV സൈക്കിളിൽ തന്നെ ഹെർക്കുലീസിൻ്റെ ഡയമണ്ട് എന്ന് പറയുന്നൊരു പഴയ സൈക്കിള് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയ ഷോക്ക് അബ്സറിൻ്റെ ഉള്ളതല്ല, ഹെർക്കുലീസിൻ്റെ പണ്ടത്തെ അംബൂഷ് എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അത് ചടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഇവിടെ നിന്ന് പൊട്ടി. എൻ്റെ കാല് കളിച്ചില്ല. സൈക്കിള് റിം വളഞ്ഞൊന്നുമില്ല, പക്ഷേ ഫ്രെയിം ജസ്റ്റ് ഒന്ന് ബെൻഡായി. പക്ഷേ ടയറിൻ്റെ അകത്തുള്ള ഫ്രെയിമിൻ്റെ അകത്തുള്ള അലൂമിൻ്റെ അതെല്ലാം ആ ഫ്രെയിമിൽ അതെല്ലാം ജസ്റ്റ് ഒന്ന് തിളങ്ങി. ബാക്കി വേറെ പ്രശ്നമില്ല, സീറ്റ് വേറെ പ്രശ്നമില്ല, അതൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ ആ സൈക്കിൾ ഇപ്പം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചടിച്ചു നോക്കുന്നില്ലേ, എനിക്കിപ്പോഴും ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു സ്ലോപ്പാണ്, അവിടെ നമുക്ക് ഇറക്കി നോക്കാം. ഇതിപ്പം നമ്മുടെ സൈക്കിൾ ഇതുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് ഇല്ല കുന്നിക്കൂടെയൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാശ് ഇത് കഴിഞ്ഞ് മേലോട്ട് കയറി പോകണ്ട. മേലോട്ട് പോയാൽ എനിക്ക് അവിടെ അത്ര നമ്മുടെ സാധാരണ മണ്ണെണ്ണ കണ്ട ഇത്രയൊക്കെ സ്ലോപ്പുള്ളൂ. നമുക്ക് എന്നാലും ഇവിടെ നിന്ന് കയറ്റി പോകാം. അങ്ങോട്ട് പോയാൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ സൈക്കിൾ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുപോകാൻ നോക്കാം. മറ്റേ സൈക്കിൾ ഇവിടെ എത്തിച്ചിട്ടാണ് നമ്മുടെ പാറ തോണ്ടേ. ആ പാറ കൂടെ നമ്മൾ ഇറക്കണ്ടേ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാവും എത്ര ലെങ്ത് നമ്മൾ ദൂരം നിൽക്കുന്നത്. ഇനി അത് നമുക്ക് ചാടിച്ചിറക്കണം. അപ്പോൾ നമുക്ക് ഇറക്കാം. ഈ ക്രാങ്ക് വന്നുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് കാലിച്ച് ഇങ്ങോട്ട് ഒരഞ്ഞ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് ഇറക്കി കിടന്നിട്ട് നമുക്ക് പിന്നെ അവിടെ വരെ പോയി ഇറക്കാം.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഓഫർ ഇടുന്നതിന് താഴെ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ തീരെ വയ്യ കേട്ടോ. ആ പാറ നടക്കുമ്പോഴേ എനിക്ക് വീഴാൻ പോയി. അപ്പോൾ ആ ഒരു പേടി കൊണ്ട് മാറ്റി അവിടെ നായിക്കുമായി. അപ്പോൾ ഏകദേശം അത് കഴിയുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇനി അടുത്ത സൈക്കിളിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ നമ്മൾ അടുത്ത വീഡിയോ ഉദ്ദേശിക്കുന്നത് പാർക്കറിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ തന്നെ ചാടി അതുകൊണ്ട് കടന്നിടുന്നില്ല ഷീറ്റിൻ്റെ അണ്ട കൂടെ ഒക്കെ ചാടി വരുന്നത്. അതാണ് നമ്മൾ ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നത്. അയക്കുന്നു. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. ബൈ ബൈ.